ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലേ വീണ്ടും കാണുന്നത്. എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്തോളൂ. എല്ലാരും വീഡിയോസ് ഓൺ ആക്കിക്കോളൂ. മോഹൻ, സതീഷ്, ജുബിൻ, ഷാലു. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്ത് തന്നെ വെക്കാം. ഇനി കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ പഴയ അത്രയും തന്നെ കൗണ്ട് ഉണ്ടാവില്ല. കുറെ പേര് വേറെ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അതോ ക്രിസ്മസിന്റെ വെക്കേഷൻ ഇടയിൽ പോയോ എല്ലാം? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ മാസവും തന്നെ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ചില ട്രാൻസാക്ഷനുകൾ ഉണ്ടാവും. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ചില ട്രാൻസാക്ഷനുകൾ. അപ്പൊ ഈ ട്രാൻസാക്ഷനുകൾ നമ്മൾ നോർമലി നമ്മൾ എന്താണ് എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. പിന്നെ വീണ്ടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ വന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ വാങ്ങുകയാണ്. then ഒരു 1000 രൂപ ഈ എന്ന് ചിലവാക്കി. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1500 രൂപ ചിലവാക്കി. പിന്നെ 2000. നമ്മൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം? ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യണം. അല്ലെ, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം നമ്മൾ പോയിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് എളുപ്പത്തില് നമുക്ക് SAP ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സാമ്പിൾ ഡോക്യുമെന്റ്. ഹെഡിങ് കൊടുക്കാം, സാമ്പിൾ ഡോക്യുമെന്റ്. സാമ്പിൾ ഡോക്യുമെന്റ്. അപ്പൊ സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, സാമ്പിൾ ഡോക്യുമെന്റ്. സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ പറയുന്നുണ്ട്. നമ്മളിവിടെ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഒരു ടെംപ്ലേറ്റ് അതല്ലെങ്കിൽ ഒരു മോഡൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. അതിനകത്ത് വാല്യൂസ് ഉണ്ടാകും, അതുപോലെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു കോമൺ ട്രാൻസാക്ഷന്റെ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ആക്കി വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് റിക്കറിംഗ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, നമ്മൾ ഇന്ന് ഒരു പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 രൂപ ചെയ്തു. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മള് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്ത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല. ഡേറ്റും എമൗണ്ടും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, നമ്മളൊരു ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ഇന്നത്തെ ഡേറ്റ് നമ്മളൊരു ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ഇന്നത്തെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ദിവസം പിന്നെ നാളെയാണ് നമ്മൾ ഫസ്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെന്റ് കൊടുക്കുന്നത് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെംപ്ലേറ്റിലേക്ക് വരും. ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് അത് പ്രോസസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് നാളെ ഒരു 1000 രൂപ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് കൊടുത്തായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി? നമ്മള് ജസ്റ്റ് ഡേറ്റും എമൗണ്ടും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു മോഡൽ ഡോക്യുമെന്റ് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറയാം. ഒരു ട്രാൻസാക്ഷന്റെ കോമൺ സ്ട്രക്ചർ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത്. ഇതിപ്പം ജനറൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, പർച്ചേസിന്റെ ആയാലും സെയിൽസിന്റെ ആയാലും എന്തിന്റെ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കോമൺ ട്രാൻസാക്ഷന് വേണ്ടി ഒരു മോഡൽ ഡോക്യുമെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഡോക്യുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരു പുതുതായിട്ടൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ആൾക്ക് ഏതൊക്കെ ഫീൽഡുകളാണ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കൃത്യമായ ധാരണയില്ല. അപ്പൊ നമ്മൾ ആൾക്ക് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്, സാമ്പിൾ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഡേറ്റ് എമൗണ്ട് മാത്രം ചേഞ്ച് ചെയ്താൽ മതി അല്ലെ? ആദ്യത്തെ കുറച്ച് ദിവസത്തെ ട്രെയിനിങ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ സാമ്പിൾ ഡോക്യുമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആൾക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെന്റും അതേപോലെ തന്നെ ഡോക്യുമെന്റിന്റെ ഡേറ്റും എമൗണ്ടും ചേഞ്ച് ചെയ്താൽ മതി. ബാക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സേവ് ആയി, ട്രാൻസാക്ഷൻ ആണ് സേവ് ആയി, പോസ്റ്റ് ആയി. അപ്പൊ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം? ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഐഡിയ കിട്ടും, എവിടെയൊക്കെ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ പുതിയതായിട്ട് ന്യൂ ജോലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻസ് നോർമലി ഓട്ടോമാറ്റിക് ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ സാമ്പിൾ ഡോക്യുമെന്റ് പറഞ്ഞാല് നമ്മളൊരു കോമൺ ട്രാൻസാക്ഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ടെംപ്ലേറ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. സാമ്പിൾ ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് മുൻപായിട്ട് നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്.
ഓക്കെ, സാമ്പിൾ ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സാമ്പിൾ ഡോക്യുമെന്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മുടെ ജനറൽ ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പം ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഓരോ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്യുമെന്റ് 1000 വാസ് സേവ്ഡ് അല്ലെ, റെക്കോർഡഡ് പോസ്റ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. ഡോക്യുമെന്റ് 1002 വാസ് പോസ്റ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത് കമ്പനി കോഡ് കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എസ്എയിൽ പോയിട്ട് ഡോക്യുമെന്റ് റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ 1001, 1002 എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അതേപോലെ ഇവിടെ സാമ്പിൾ ഡോക്യുമെന്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ടൈപ്പിന്റെ നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നും ഡോക്യുമെന്റ്സ് സാമ്പിൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നമ്മൾ നമ്പർ റേഞ്ച് നമ്മൾ X2 എന്നാണ് കൊടുക്കുക. ഞാൻ അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ കോഡ് പറഞ്ഞാൽ FBN1 ആണ്. അപ്പൊ ഹെഡിങ് കൊടുക്കുക ഡിഫൈൻ ഡോക്യുമെന്റ് ടൈപ്പ് നമ്പർ റേഞ്ച് ഫോർ X2. Then ട്രാൻസാക്ഷൻ കോഡ് അല്ലെങ്കിൽ ടി കോഡ് കൊടുക്കുക FBN1. ട്രാൻസാക്ഷൻ കോഡ് കൊടുക്കുക FBN1. Okay. FBN1. അപ്പൊ ആദ്യം നമുക്ക് ഡോക്യുമെന്റ് നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്യാം. സാമ്പിൾ ഡോക്യുമെന്റ് നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്യാം. FBN1. FBN1 എടുക്കാം. ആദ്യം നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. FBN1 എടുത്തിട്ട് നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. FBN1 എടുക്കുക, നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. എന്നിട്ട് ചേഞ്ച് ഇന്റർവൽസ് എടുക്കുക. ചേഞ്ച് ഇന്റർവൽസ് കമ്പനി കോഡ് കൊടുത്ത ശേഷം ചേഞ്ച് ഇന്റർവൽസ്. ചേഞ്ച് ഇന്റർവൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ഇന്റർവൽസ് കാണാം. ഞാൻ പറഞ്ഞു നമ്മള് എസ്ഐക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മള് ഇന്റർവൽസ് കൊടുത്തിട്ടുണ്ട്. 01 എന്നാണ് എസ്ഐയുടെ നമ്പർ, അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയർ 2025 ഫിസിക്കൽ ഇയർ കൊടുത്തു. ഫ്രം നമ്പർ 1000 ആണ്, എൻഡിങ് നമ്പർ 2000. ഏകദേശം നമ്മളിപ്പം 1020 വരെയുള്ള എന്താണ് ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1020 വരെ നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാലൻസ് എത്രയുണ്ട്? 1080 ബാലൻസ് കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പുതിയൊരു ലൈൻ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് ലൈൻ എടുക്കും. നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ലൈൻ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട് ലൈൻ എടുക്കും. പുതിയൊരു ലൈൻ ആഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഇൻസേർട്ട് ലൈൻ എടുക്കാം. പുതിയൊരു ലൈൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ലൈൻ. ഇൻസേർട്ട് ലൈൻ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് ആണെങ്കിൽ പറയാം കേട്ടോ. ക്യാച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ഇവിടെ വരെ ലൈൻ നോട്ട് ചെയ്തോ? ഇൻസേർട്ട് ലൈൻ വരെ നോട്ട് ചെയ്തോ? ക്ലിയർ ആണോ ഇവിടെ വരെ? ബാക്കിയുള്ളത്രയും ക്ലിയർ ആണോ? ഷാലു, ബിനീഷ്, സതീഷ്, ജുബിൻ ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്ക് ഇൻസേർട്ട് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ പുതിയ ലൈൻ ഇൻസേർട്ട് ആദ്യമുണ്ട്. അവിടെ കൊടുക്കാം X2 എന്ന് കൊടുക്കാം. നമ്മളുടെ സാമ്പിൾ ഡോക്യുമെന്റ് നമ്മൾ X2 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഇയറുടെ 2025 നോക്കാം. ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് 2000 വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് നമ്പർ കൊടുക്കാം. 2001 എന്ന് കൊടുക്കാം. ഓക്കെ, 2000 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ ലെഡ്ജർ പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്പർ ആണ്. ബാക്കി 2001 മുതൽ 3000 വരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സാമ്പിൾ ഡോക്യുമെന്റ് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്തത്. FBN1 വന്ന് പുതിയൊരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി കമ്പനി കോഡ് കൊടുക്കുക. ദെൻ ചേഞ്ച് ഇന്റർവൽസ് എടുത്ത് പുതിയൊരു ലൈൻ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്പറിന് അവിടെ X2 എന്ന് കൊടുത്തു. ദെൻ ഇയർ നമ്പർ റേഞ്ച് നമ്പറിന് അവിടെ X2 എന്ന് കൊടുക്കുക. ഇയർ 2025 കൊടുക്കുക. ഫ്രം നമ്പർ 2001 ടു നമ്പർ 300,000 കൊടുത്തു. ദെൻ സേവ് ചെയ്യും.
നേരെ സേവ്. നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിട്ടാണ് ചേഞ്ചസ് വർ സേവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ആദ്യം സാമ്പിൾ ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു രണ്ടാമത്തിലേക്ക് വരാം. നെക്സ്റ്റിലേക്ക് വരുന്നു ക്രിയേറ്റ് സാമ്പിൾ ഡോക്യുമെന്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. ക്രിയേറ്റ് സാമ്പിൾ ഡോക്യുമെന്റ് 2 കീ കോഡുകളുണ്ട്. F-01 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ FBN1 യൂസ് ചെയ്യാം. F-01 അല്ലെങ്കിൽ FBN1 ഏത് ട്രാൻസാക്ഷൻ കോഡുകളും യൂസ് ചെയ്യാം. ക്രിയേറ്റ് സാമ്പിൾ ഡോക്യുമെന്റ് F-01 or FBM1. ഇവിടെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പാത്താണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്തോ, ക്രിയേറ്റ് സാമ്പിൾ ഡോക്യുമെന്റ്. നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. 2 പാത്തുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഏതായിരുന്നു, F-01. ഓക്കെ, ഇതാണ് എന്റെ സാമ്പിൾ ഡോക്യുമെന്റ് F-01. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു, /FBM1. കണ്ടോ, രണ്ടും തമ്മിൽ വലിയ മാറ്റം ഉണ്ടോ? ഇല്ല, രണ്ടും സെയിം തന്നെയാണ് അല്ലെ. വേണമെങ്കിൽ ഓക്കെ, എന്റെ സാമ്പിൾ ഡോക്യുമെന്റ് ഉണ്ട്. ഇതാ, ഇത് FBN1. F-01 ഇത് FBN1. M1 വലിയ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മള് നോർമൽ ജീരോ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ കാര്യങ്ങളോട് ഹെഡിങ്ങിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഡോക്യുമെന്റ് ഡേറ്റ് കൊടുക്കാം. നമുക്ക് ഇന്നത് കറണ്ട് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഡോക്യുമെന്റ് ഡേറ്റ് കറണ്ട് ഡേറ്റ് കൊടുക്കാം. ടൈപ്പ് SI എന്നാണ് കൊടുക്കുക. നമ്മളിപ്പോ സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ജനറൽ അഡ്ജറിന്റെ ആയതുകൊണ്ട് നമുക്ക് ടൈപ്പിന്റെ അവിടെ കൊടുക്കാം, SI എന്ന് കൊടുക്കാം. നമ്മളിപ്പം FBM1 ചെയ്യുന്നതെങ്കിൽ ടൈപ്പ് നമ്മളായിട്ടൊന്ന് ടൈപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. ടൈപ്പ് SI എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരില്ല, നമ്മളായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, FBN1 വരുമ്പോൾ ജസ്റ്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ജനറൽ അഡ്ജറിന്റെ സാമ്പിൾ ഡോക്യുമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നപ്പോൾ SI എന്ന് തന്നെ കൊടുക്കാം. ഇനി എന്ത് കൊടുക്കുക, കമ്പനി കോഡ് കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്തു, പോസ്റ്റിംഗ് ഡേറ്റ് കൊടുത്തു, കറൻസി റേറ്റ് കൊടുത്തു. കറൻസി റേറ്റ് കൊടുത്തു. ഓക്കെ, ഡോക്യുമെന്റ് ഡേറ്റ് കൊടുത്തു, പോസ്റ്റിംഗ് ഡേറ്റ്, ഡോക്യുമെന്റ് ഡേറ്റ്, ടൈപ്പ്, കമ്പനി കോഡ്, പിന്നെ പോസ്റ്റിംഗ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, കറൻസി, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് വരാം. ഫസ്റ്റ് ലൈനായിട്ട് നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് സാലറി ചെയ്യാം. സാലറി ആണെങ്കിൽ ഞാൻ ഓൾറെഡി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് ഉള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലോ. ലെഡ്ജർ ക്രിയേഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ലെഡ്ജർ ക്രിയേഷൻ ഓർമ്മയില്ലേ? ഇപ്പൊ ഒന്നുകൂടെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഉള്ള ലെഡ്ജർ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ പോസ്റ്റിംഗ് കീ, ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് കീ ഏതാണ്? ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് കീ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? ഡെബിറ്റ് ചെയ്യാനുള്ള പോസ്റ്റിംഗ് കീ, ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് കീ എത്രയായിരുന്നു? ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് കീ 40. അതവിടെ കൊടുത്തു. ഇനി അക്കൗണ്ട് എടുക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. സാലറി കൊടുക്കാം. സാലറി ഞാൻ സെലക്ട് ചെയ്തു, 2001 സാലറി കൊടുത്തു. ഇനി എൻറ്റർ അടിക്കുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് 25,000 കൊടുത്തു. എമൗണ്ട് 25,000. ബിസിനസ് ഏരിയ, സാലറി, സാലറി പെയ്ഡ് കൊടുത്തു. ഇനി അടുത്തതിലേക്ക് വരാം. ഡെബിറ്റ് ചെയ്തു, ഇനി ക്രെഡിറ്റ് ചെയ്യണം. പോസ്റ്റിംഗ് 50 കൊടുത്ത് നമുക്ക്
ഡെബിറ്റ് ചെയ്യും, സോറി ക്രെഡിറ്റ് ചെയ്യും. ബാങ്കിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യും, എമൗണ്ട് ഒക്കെ സെയിം വരും. ഇവിടെയൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു ജനറേറ്റർ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ളൂ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഹെഡിങ്ങിൽ മാത്രം ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം എന്താണ് നമ്മുടെ നോർമൽ GA ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്ത് ചെയ്യാം, നേരെ സേവ്. ഓക്കെ, സേവ് ചെയ്യും. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മള് നോർമൽ GA ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് 2001 തന്നെ വന്നത് നമ്മുടെ നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2001 to 3000 ആണ് സാമ്പിൾ ഡോക്യുമെന്റ് നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഡോക്യുമെന്റ് നമ്പർ 2001 was stored in company code RE44. നോർമലി നമ്മൾ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വരാറ്. ഇവിടെ പക്ഷെ എന്താ വന്നിരിക്കുന്നത്, സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. സ്റ്റോർ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോർഡ്. അതായത് ദാറ്റ് മീൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്തിരുന്ന സാമ്പിൾ ഡോക്യുമെന്റ് എങ്ങനെയാണോ സാലറി 50,000 രൂപ അല്ല സോറി 25,000 രൂപ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തു. ഇത് എവിടെയും റിഫ്ലക്ട് ചെയ്യില്ല. അതായത് നമ്മുടെ ഡോക്യുമെന്റ് വൈസ് റിപ്പോർട്ടിലോ ലെഡ്ജർ വൈസ് റിപ്പോർട്ടിലോ ട്രയൽ ബാലൻസിലോ ഒന്നും എന്ത് ചെയ്യില്ല, ഈ ഒരു സാമ്പിൾ ഡോക്യുമെന്റ് റിഫ്ലക്ട് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഇതിന്റെ ഒരു ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എവിടെയും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോ എവിടെയും എന്ത് ചെയ്യില്ല, ഇത് റിഫ്ലക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അത് എന്ത് വന്നിരിക്കുന്നത്, വാസ് സ്റ്റോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്, ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയിട്ടില്ല എന്നാണ് അതിന് മീനിങ്. ഓക്കെ, ശരിക്കും നിങ്ങൾ ഇനി ചെയ്താൽ മതി. നമ്മളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. നമ്മൾ FBL 3 എടുത്ത് നോക്കാം. അതില് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാലറിയുടെ സാലറി മാത്രം നോക്കാം. സാലറി മാത്രം നോക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സാലറിയുടെ ലെഡ്ജർ റിപ്പോർട്ട് വരുന്നത്. ഞാൻ 25,000 ആയിരുന്നു കൊടുത്തത്, കണ്ടോ വന്നിട്ടില്ല. 30/11 മുതൽ 10/12/2020 വരെ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ആക്കിയിട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ അവിടെ വന്നിട്ടില്ല, എഫക്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അത് ടെംപ്ലേറ്റ് മാത്രമാണ്. ഓക്കെ, ഈ ടെംപ്ലേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ട്രാൻസാക്ഷൻ എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോർമലി ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് നമ്മുടെ റിപ്പോർട്ട്സിലേക്കൊക്കെ റിഫ്ലക്ട് ചെയ്തുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സാമ്പിൾ ഡോക്യുമെന്റ് ഒക്കെ റിപ്പോർട്ട് നമുക്ക് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേറെ തന്നെ ഒരു പാർട്ടാണ് വരിക. യെസ്, എഴുതി കൊടുക്കാം. ഡിസ്പ്ലേ സാമ്പിൾ ഡോക്യുമെന്റ് FBM3. നമുക്ക് സാമ്പിൾ ഡോക്യുമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ FBM3 വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. FBM3 സാമ്പിൾ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി FBM3 എടുക്കാം. അല്ലാതെ നോർമൽ ലെഡ്ജർ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വൈസ് റിപ്പോർട്ടിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ ഡോക്യുമെന്റ് കാണാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് FBM3 വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലെ? FBM3 ഓക്കെ ആണോ? ഓക്കെ, നോർമൽ ലെഡ്ജറിൽ അത് എവിടെയും കാണിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, FBM3 പോയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എല്ലാ സാമ്പിൾ ഡോക്യുമെന്റ്സും നമ്മളോട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഡോക്യുമെന്റ് നമ്പർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പോസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് നമ്പർ എത്രയാ,
അതിന്റെ നമ്പറാണ്. അതായത് നമുക്ക് ഏതിന്റെ ആണോ കാണേണ്ടത് അതിന്റെ ഡോക്യുമെന്റ് നമ്പറുടെ കൊടുക്കണം. ഇനി അതെല്ലാം ഡോക്യുമെന്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റിട്ട് ഡോക്യുമെന്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ടീവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സാമ്പിൾ ഡോക്യുമെന്റും 1 by 1 ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരെ ഇവിടെ ഡോക്യുമെന്റ് നമ്പറിന്റെ അവിടെ നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണോ ഡിസ്പ്ലേ ചെയ്തത്, ഏത് സാമ്പിൾ ഡോക്യുമെന്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ് നമ്പറോട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 2001 അതേ ഉള്ളൂ, ഒറ്റ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ആ നമ്പർ അങ്ങോട്ട് കൊടുക്കാം. ഏത് ഡോക്യുമെന്റ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റിന്റെ നമ്പർ അവിടെ കൊടുക്കാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി അതല്ല നമുക്ക് നമ്പർ ഓർമ്മയില്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്റ് ലിസ്റ്റ് എടുക്കാം. നമുക്ക് കൃത്യമായി നമ്പർ ഓർമ്മയില്ല, കുറെ എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 5-6 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ നമ്പർ ഏതാന്ന് നമുക്ക് ഓർമ്മയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ലിസ്റ്റ് എടുക്കാം, എന്നിട്ട് എക്സിക്യൂട്ട് കൊടുക്കണം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ സാമ്പിൾ ഡോക്യുമെന്റും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ എൻ്റർ അടിച്ചാലും മതി, എൻ്റർ അടിക്കും അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മൾ പ്രിപ്പയർ വെച്ചിരുന്ന സാമ്പിൾ ഡോക്യുമെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? FB-M3 പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന സാമ്പിൾ ഡോക്യുമെന്റ് എല്ലാം ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ശരിക്കും സാലറി ടീമിന്റെ വന്നതായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യുന്ന യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയുള്ളതാണ് പ്രോസസ് സാമ്പിൾ ഡോക്യുമെന്റ് F-02. ഇത് കൊടുക്കുക, പ്രോസസ് സാമ്പിൾ ഡോക്യുമെന്റ് F-02. പ്രോസസ് സാമ്പിൾ ഡോക്യുമെന്റ് F-02. പ്രോസസ് സാമ്പിൾ ഡോക്യുമെന്റ് F-02. ഓക്കെ, ഇവിടെ നമ്മൾ F-02 ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു GL ട്രാൻസാക്ഷന്റെ സാമ്പിൾ ഡോക്യുമെന്റ് ആണ്. GL ട്രാൻസാക്ഷന്റെ സാമ്പിൾ ഡോക്യുമെന്റ് അത് പ്രോസസ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് വരണം, F-02ലേക്ക് വരണം. ഇനി അതെല്ലാം നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്ത് സാമ്പിൾ ഡോക്യുമെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പ്രോസസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, വേറെ തന്നെ ട്രാൻസാക്ഷൻ കൂടെ വരും. ഇനി അതിലൊരു സെയിം സാമ്പിൾ ഡോക്യുമെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പ്രോസസ് ചെയ്യണമെങ്കിൽ വേറെ തന്നെ എന്താണ് ട്രാൻസാക്ഷൻ കൂടെ വരും. അതായത് പ്രോസസ് ചെയ്യാനുള്ള കോഡ് എന്തിനു ബേസ് ചെയ്തിരിക്കും, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വിരിപ്പിച്ചിരിക്കുന്ന സാമ്പിൾ ഡോക്യുമെന്റ് ബേസ് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴും പ്രോസസ് ചെയ്യാനുള്ള സാമ്പിൾ ഡോക്യുമെന്റിന്റെ ട്രാൻസാക്ഷൻ കോഡ് F-02 എന്ന് തെറ്റിദ്ധരിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും പ്രോസസ് ചെയ്യാനുള്ള സാമ്പിൾ ഡോക്യുമെന്റിന്റെ ട്രാൻസാക്ഷൻ കോഡ് F-02 ആണെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെയല്ല, നമ്മൾ ഏത് സാമ്പിൾ ഡോക്യുമെന്റ് ആണോ പ്രോസസ് ചെയ്യുന്നത്, അതായത് നമ്മൾ GL സാമ്പിൾ ഡോക്യുമെന്റ് ആണെങ്കിൽ F-02 ആയിരിക്കും. പർച്ചേസ് സാമ്പിൾ ഡോക്യുമെന്റ് ആണെങ്കിൽ അത് വേറെ തന്നെയായിരിക്കും. സെയിൽസിന്റെ ആണെങ്കിൽ അത് വേറെ ആയിരിക്കും. ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതിന്റെ GL ആണോ പ്രോസസ് ചെയ്യാൻ പോകുന്നത്, ഏതിന്റെ സാമ്പിൾ ഡോക്യുമെന്റ് ആണോ പ്രോസസ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചുള്ള ട്രാൻസാക്ഷൻ കോഡ് വേണം നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ, സാലറീസിന്റെ ആണ്. അതൊരു GL ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്കത് പ്രോസസ് ചെയ്യാൻ ഏത് യൂസ് ചെയ്യാം, F-02 യൂസ് ചെയ്യാം. അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിലും F-02 ആണ് കട്ട് ചെയ്ത് പഠിച്ചേക്കില്ല, ഓരോന്നും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഏതാണ് നോർമലി യൂസ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ആ സെയിം ട്രാൻസാക്ഷൻ കോഡ് ആയിരിക്കും അവിടെ വരും. നമ്മൾ നോർമൽ GL ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്, /F-02. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് വരുന്നത് അല്ലെ. പിന്നെ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മള് A to Z കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാത്രം വ്യക്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, ഒന്നേന്ന് പറഞ്ഞ് ഓരോന്ന് കൊടുക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് വിത്ത് റെഫറൻസ് എന്ന് പറയാം. പോസ്റ്റ് വിത്ത് റെഫറൻസ് അതിൽ ക്ലിക്ക് ചെയ്യും. നോക്കാം, F-02 എടുക്കാം. അതായത് നമ്മുടെ GL ട്രാൻസാക്ഷൻ സാമ്പിൾ ഡോക്യുമെന്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി F-02 എടുക്കാം.
എന്നിട്ട് പോസ്റ്റ് വിത്ത് റെഫറൻസ് എടുക്കാം. പോസ്റ്റ് വിത്ത് റെഫറൻസ്. പോസ്റ്റ് വിത്ത് റെഫറൻസ്. ഓക്കെ, പോസ്റ്റ് വിത്ത് റെഫറൻസ് ആക്കും. എന്നിട്ടിവിടെ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കും. ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂ GUI വിൻഡോ എടുത്തിട്ട് അതിനകത്ത് XBM3 എടുത്ത് റിപ്പോർട്ട് ഇട്ടിട്ട് നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണ് നമുക്ക് പ്രോസസ് ചെയ്യുന്നത് അത് നോട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്യുമെന്റ് നമ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമുക്ക് ചെയ്യുന്നത് 2001 ആണ്. അത് ഞാനവിടെ കൊടുത്തു. ഡോക്യുമെന്റ് നമ്പർ കൊടുത്തു. ഏത് ഡോക്യുമെന്റ് ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെന്റ് നമ്പറോടെ കൊടുക്കുക. പ്രോസസ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ് നമ്പറോടെ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഡേറ്റ് വന്നു, പോസ്റ്റിംഗ് ഡേറ്റ് വന്നു, പോസ്റ്റിംഗ് കീ വന്നു, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ ഡേറ്റ് ചേഞ്ചസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഫോർ എക്സാമ്പിൾ നമ്മൾ സാധനം ഒന്ന് 30-ാം തീയതി അനുസരിക്കാം. നമ്മൾ ടെംപ്ലേറ്റ് പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും 30-ാം തീയതി വരുന്നുണ്ട്. 30/12/2025. പിന്നെ അടുത്ത മാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് വെച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എമൗണ്ടിൽ ചേഞ്ചസ് വരുത്താന്ന് വെച്ചാൽ ഇപ്പൊ 25,000 രൂപയല്ല, നമ്മുടെ ടെംപ്ലേറ്റ് 25,000 കൊടുത്തിട്ടുള്ളൂ. എമൗണ്ടിൽ ചേഞ്ചസ് വരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് വരും. ആണോ, എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാം, 25,000 പകരം ഏതാണ് എമൗണ്ട്. ഇപ്പൊ 20,000 രൂപ ഉള്ളെങ്കിൽ ആ 20,000 അവിടെ കൊടുത്ത് സേവ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ document 1021 was posted in company code RE44ലേക്ക് പോസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ GL ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റിലേക്ക് എന്താണ് സെയിം റിപ്പീറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പെൻഡിങ് സെഷൻ അതുപോലൊക്കെ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും പോയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡേറ്റ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഡേറ്റ് വേണ്ടിയിട്ട് മാറ്റിയാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സാമ്പിൾ ഡോക്യുമെന്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാണോ എല്ലാവർക്കും? ഓക്കെ, ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റസ് എന്ന് പറയാമോ? ക്ലിയർ ആണോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമ്പർ റേഞ്ച് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യാനുള്ളത് സാമ്പിൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോസസ് ചെയ്യണം. ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അത് എവിടെയും എഫക്റ്റ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോസസ് ചെയ്യും. ഇനി നമുക്ക് റിപ്പോർട്ട് നോക്കാം. റിപ്പോർട്ട് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇന്ന് 25,000 രൂപ വന്നിട്ടുണ്ട്. കണ്ടോ, 29/12/2025 25,000 രൂപ സാലറി ആയിട്ട് നമ്മൾ കൊടുത്തു. നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ അത് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സാമ്പിൾ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റിപ്പോർട്ടിലൊന്നും ലൈൻ ഐറ്റം ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്മുടെ ഡോക്യുമെന്റ് വൈസ് റിപ്പോർട്ടിലോ ഒന്നും ട്രൈബാസ് ഒന്നും റിഫ്ലക്റ്റ് ആവില്ല. ഓക്കെ, ഇനി ഇതുപോലെ ഈ ഡോക്യുമെന്റ് യൂസ് ചെയ്താൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നാൾ കഴിഞ്ഞു നമുക്ക് കുറച്ചധികം സാമ്പിൾ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച പഴയ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം വിചാരിക്കാം. പഴയ ഡോക്യുമെന്റ്സ് സാമ്പിൾ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിനെക്കൊണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും പോസിബിൾ ആണ്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഡിലീറ്റ് സാമ്പിൾ ഡോക്യുമെന്റ് F.57. delete sample document F.57. delete sample document F.57. delete sample document F.57. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പിൾ ഡോക്യുമെന്റ്സ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു വെച്ചു.
അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ F.57 പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. F.57 ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, കമ്പനി കോഡ് കൊടുക്കാം. കമ്പനി കോഡ് RE കമ്പനി കോഡ് കൊടുക്കാം. കമ്പനി കോഡ്. ഇനി ഇവിടെ ഡോക്യുമെന്റ് നമ്പറിന് അവിടെ ഡോക്യുമെന്റ് നമ്പർ എത്രയാണോ അവിടെ കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഡോക്യുമെന്റ് ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്പ്ലേ പോയി നോക്കേണ്ടതായിട്ട് വരും. പ്രോസസ്സ് ചെയ്യുന്ന സമയത്തായാലും ഡിലീറ്റ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ കിട്ടില്ല, മൊത്തത്തിലുള്ള ലിസ്റ്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ പോയി നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് നമ്പർ കൊടുത്ത് 2001. ഇനി ഇവിടെ താഴേക്ക് വരാം, പ്രോഗ്രാം കൺട്രോൾ. അവിടെ ടെസ്റ്റ് റൺ എന്നുള്ളത് ടിക്ക് ഓൺ ആണ്, അത് അൺടിക്ക് ചെയ്യും. ടെസ്റ്റ് റൺ എന്നുള്ളത് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റ് റൺ എന്നുള്ളത് അൺടിക്ക് ചെയ്യും. കമ്പനി കോഡ് കൊടുത്തു, ഡോക്യുമെന്റ് നമ്പേഴ്സ് കൊടുത്തു, പ്രോഗ്രാം കൺട്രോളിന് താഴെ ടെസ്റ്റ് റൺ എന്നുള്ളത് അൺടിക്ക് ചെയ്തു. അൺടിക്ക് ചെയ്തു. സേവ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ സേവ് ചെയ്യാം. Relation of sample document. Description of relation of variant കൊടുത്തു 644. ഡിസ്ക്രിപ്ഷൻ വന്നു ഡിലീഷൻ ഓഫ് സാമ്പിൾ ഡോക്യുമെന്റ്. ഡിലീഷൻ ഡിലീറ്റ് ചെയ്യാനുള്ളത് വേരിയന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ഡിലീഷൻ ഓഫ് സാമ്പിൾ ഡോക്യുമെന്റ്. വേരിയന്റ് നെയിമിന്റെ അവിടെ 644 നമ്മൾ സെലക്ട് ചെയ്തു, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അവിടെ ഡിസ്ക്രിപ്ഷനോടെ ഡിലീഷൻ ഓഫ് സാമ്പിൾ ഡോക്യുമെന്റ് നടത്തും. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേരിയന്റ് 644 സേവ് അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കാം. ഡിസ്പ്ലേ ചെയ്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞ് ഓക്കെ, നമ്മളിവിടെ സേവ് കൊടുത്തുകൊണ്ടാണ് അത് ഡിലീറ്റ് ആവാത്തത്. നമ്മൾ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. പറഞ്ഞപ്പോൾ സേവ് എന്നായിരുന്നു പറഞ്ഞത്, മാർക്ക് കൊടുക്കുന്നത് എക്സിക്യൂട്ട് കൊടുക്കുക കേട്ടോ. സേവ് അല്ല, എക്സിക്യൂട്ട് കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്തു. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നാദ്യമായി പറയാം, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി F.57 എടുക്കുക. ദെൻ അതിനുശേഷം കമ്പനി കോഡ് കൊടുക്കുക. ദെൻ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്തു, ഡോക്യുമെന്റ് നമ്പർ കൊടുത്തു. ദെൻ അതിനുശേഷം ടെസ്റ്റ് റൺ എന്നുള്ളത് അൺടിക്ക് ചെയ്യാം. ദെൻ എക്സിക്യൂട്ട് കൊടുക്കുക. സേവ് അല്ല, എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുക്കാം. ഒരു വാർണിംഗ് മെസ്സേജ് വരും, നമുക്കിത് ഡിലീറ്റ് ചെയ്യണോ, നമ്മുടെ സാമ്പിൾ ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് വരും. നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക.
ഇതിപ്പം ഡിലീറ്റ് ചെയ്യണം. അപ്പൊ അത് സോറി നോ എൽഎസ് കൊടുക്കും. ഇനി നമുക്ക് നേരെ നമ്മുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ട് എടുക്കാം. ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം 2001. Document 2001 RE44 does not exist in fiscal year 2022. അതെന്തായി? അതവിടെ ഡിലീറ്റ് ആണ്. എക്സിക്യൂട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, എക്സിക്യൂട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒരു മെസ്സേജ് വരും, വാർണിംഗ് മെസ്സേജ് അലസ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഡിലീറ്റ് ആവും. ക്ലിയർ ആണോ പറഞ്ഞത്? അത്ര ക്ലിയർ ആണോ? സാമ്പിൾ ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കുക, സേവ് അല്ലേ എക്സിക്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് പ്രോസസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു ഒരു അസൈൻമെന്റ് ആണ് നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞതാണ്. കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു എന്താണ് മിഷനറി സർവീസിംഗ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ എന്ത് ചെയ്യണം? നിങ്ങള് സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ പോസ്റ്റ് ചെയ്യണം. സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണം, അത് പോസ്റ്റ് ചെയ്യാൻ വേണം. 10,000 ആണ് ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും വേണം. ഇതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴും ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം. അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന്റെ ഒരു ബില്ലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ട് ബിൽ എമൗണ്ട് ഒക്കെ നോക്കി എന്ത് ചെയ്യാം? നിങ്ങൾ അതിന്റെ ഏപ്രിൽ മാസത്തെ ഡീറ്റെയിൽ ഇതാണ് തന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ ഇതും ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പോസ്റ്റ് ട്രാൻസാക്ഷൻ സാമ്പിൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കേസ് 1ഉം കേസ് 2ഉം സെയിം തന്നെയാണ്. സാമ്പിൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഇന്ന് കേസ് സ്റ്റഡിയിൽ ചെയ്യാനായിട്ടുള്ള. കേസ് 3 നിങ്ങൾക്ക് നാളെ പഠിക്കുള്ളൂ, നാളെ ചെയ്താൽ മതി. ഇന്ന് കേസ് 1ഉം കേസ് 2ഉം ചെയ്യണം. ഓക്കെ, ഇന്ന് കേസ് 1ഉം കേസ് 2ഉം ചെയ്യണം. കേസ് സ്റ്റഡി 3 നമ്മൾ നാളെ പഠിക്കത്തുള്ളൂ കേട്ടോ. ഇന്ന് അത് തൽക്കാലം ചെയ്യുന്ന 1ഉം 2ഉം മാത്രം ചെയ്യണം. പ്രിപ്പയർ ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? പ്രിപ്പയർ ചെയ്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഡിസ്പ്ലേ ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കാം കേട്ടോ. ഡിസ്പ്ലേ നോക്കി എങ്ങനെയാണ് അതിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അതിന്റെ എഫക്ട് ചെക്ക് ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നു. എക്സാമിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും എന്താ എഫക്ട് വരുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ള അസൈൻമെന്റ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്റ്റുഡന്റ് ആപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പം ഒരു കാര്യം ചെയ്യും, ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. നാളത്തേക്ക് വരുമ്പോൾ നമ്മൾ ക്വിസ് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നാളത്തേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോൾ ഇതുവരെ പഠിച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റോമിലൊന്നും ചെയ്യരുത്. ഏത് ചെയ്യാം? നിങ്ങളുടെ പഠിക്കാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. ഓൺലൈൻ ഉള്ളത് നീറ്റും കണ്ടിന്യൂ ചെയ്യാം. കേട്ടോ. ഓക്കെ, താങ്ക് യു.